അവശേഷിക്കുന്ന ചിലരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് BJP-ക്കാർ പറയുമ്പോൾ അതിനകത്ത് യാഥാർത്ഥ്യമുണ്ട് എന്ന് തോന്നുന്ന തരത്തിലാണ് ഇന്നലെ നടന്ന നാടകങ്ങൾ. അപ്പോൾ സുഗതനെ സംബന്ധിച്ച് സുഗതൻ അവിടുത്തെ 20-ാം വാർഡിലെ വടോട്ട് കാണും 20-ാം വാർഡിലെ കൗൺസിലറാണ്. സുഗതനെ ആരും അറിയില്ലായിരുന്നു. ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നൊരു ഫിഗറായി സുഗതൻ മാറിയിരിക്കുന്നു. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് സുഗതനാണ്. അത് CPM-ൻ്റെ സംഭാവനയാണ്. ഞാൻ പറയുന്നത് സുഗതന് ഈ അഭിജിത്തിനോടും വിപിനോടും ഒന്നും ഒരു പകയും വൈരാഗ്യവും ഉണ്ടാവരുത്. കാരണം ഒരു കൗൺസിലർ, കേവലം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡ് കൗൺസിലറായിരുന്ന സുഗതനെ കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു രാഷ്ട്രീയ ഫിഗറാക്കി മാറ്റിയതിൽ ഇവരുടെ സംഭാവന വളരെ വലുതാണ്. ഒരു പക്ഷേ അടുത്ത തവണ വട്ടിയൂർക്കാവിൻ്റെ MLA ആയിട്ട് സുഗതൻ വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. അന്നേരം ഈ സർവീസിൽ അഭിജിത്തും വിപിനും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു MLA വരുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ച് MLAക്ക് ഏതാണ്ട് ചീഫ് സെക്രട്ടറിക്ക് തുല്യമായ റാങ്കോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ ഒരു MLA വരുമ്പോൾ ചിലപ്പോൾ വിപിനും അഭിജിത്തും നീട്ടിപ്പിടിച്ചൊരു സല്യൂട്ട് കൊടുക്കേണ്ടി വന്നേക്കാം. ഏതായാലും എല്ലാ കാലത്തും സുഗതനെ ജയിലിലടയ്ക്കാനൊന്നും പറ്റില്ല.